പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ്. ഇങ്ങനെ രാവിലെ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞു, ചായ ഇട്ട് കഴിഞ്ഞാണ് വീഡിയോ എടുക്കുന്ന കാര്യം വിചാരിച്ചത്. ഇങ്ങനെ പിന്നെ ഒരു ഗ്ലാസ് ചായയൊക്കെ കുടിച്ചു. രാവിലെ നമ്മളിവിടെ കഴിക്കാനുണ്ടാക്കുന്നത് ഇത് ദോശയും ചമ്മന്തിയാണ്. ചായ ഇടുന്നതിന് മുന്നേ ഞാൻ ദോശമാവൊക്കെ ശരിയാക്കി വെച്ചായിരുന്നു. അങ്ങനെ ദോശയൊക്കെ ചുട്ടു. മോക്കാണെങ്കിൽ വട്ടത്തിൽ ഇടുന്ന ദോശ ഇഷ്ടമല്ല. അപ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങളിൽ ഞാൻ അവർക്ക് പല ഷേപ്പിലുള്ള ദോശകൾ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. ഇവിടെ ദോശയ്ക്ക് കറിയായിട്ട് നമ്മൾ ഇന്ന് വെള്ള ചമ്മന്തിയാണ്, എരിവൊക്കെ കുറച്ചുള്ള ചമ്മന്തിയാണ് എടുക്കുന്നത്. കാരണം മോക്കൂടെ കഴിക്കേണ്ടത് കൊണ്ട് എരിവ് കുറച്ചുള്ള ചമ്മന്തിയാണ്. അങ്ങനെ തേങ്ങയൊക്കെ അരച്ചെടുത്തു. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ചെയ്തേക്കണേ. ഇങ്ങനെ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കഴിക്കാനുള്ളത് എടുത്തു വെച്ചപ്പോഴാണ് ചേട്ടൻ്റെ ഫോൺ വന്നത്. പിന്നെ ചേട്ടനോട് കാര്യം പറഞ്ഞിരുന്ന് അങ്ങ് കഴിച്ചു. അതുകൊണ്ട് കഴിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ നമുക്കൊരു കല്യാണം ഉണ്ടായിരുന്നേ. കല്യാണത്തിന് പോകാൻ റെഡിയാവുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അന്നേരം ഫോൺ ചാർജ് കുറവായതുകൊണ്ട് ഞാൻ കുറച്ച് നേരമെങ്കിലും ചാർജ് കയറട്ടെന്നും പറഞ്ഞ് ഫോൺ ചാർജ് ചെയ്യാനിട്ടിരുന്നു. അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി കല്യാണത്തിന് പോകാൻ തൻ്റെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഞങ്ങൾ ടൂറിസ്റ്റ് ബസ്സിലാണേ പോകുന്നത്. ബസ് വരുന്നതും കാത്ത് നിൽക്കുകയാണ്. ചേച്ചിയും ചേച്ചിയുടെ മക്കളും അമ്മയും ഞാനും മോളും ഞങ്ങളെല്ലാവരും കൂടെയാണ് കല്യാണത്തിന് പോയത്. പിന്നെ വേറെ കുറച്ച് ബന്ധുക്കളും ഉണ്ടായിരുന്നു കല്യാണത്തിന് പോകാൻ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ കല്യാണത്തിന് പോകാൻ ഇങ്ങനെ റെഡിയായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ ബസ് വന്ന് ഞങ്ങൾ അതിൽ കയറി. ഞങ്ങൾ 3 പേര് ഒരുമിച്ചാണ് ഇരുന്നത്. ബാക്കിയുള്ളവർ പല സീറ്റിലായിട്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ ഓഡിറ്റോറിയത്തിലെത്തി. അവിടെ ആണെങ്കിൽ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു, കുറച്ച് ആൾക്കാരെ ഉള്ളായിരുന്നു കല്യാണത്തിന്. അങ്ങനെ അവിടുന്ന് കുറച്ച് മോഡൽ ഫോട്ടോയൊക്കെ എടുത്തു. അങ്ങനെ ഞങ്ങൾ ഓഡിറ്റോറിയത്തിനകത്ത് കയറി അവിടെ ഇരുന്നു. അവിടെ കസേരയിൽ പോയിരുന്നു. ഓഡിറ്റോറിയത്തിൻ്റെ അകം കാണാൻ നല്ല ഭംഗിയായിരുന്നു. അന്നേരം അവിടെ ഇങ്ങനെ ഇൻസ്ട്രുമെൻറ്റ് വെച്ചുള്ള ഗാനമേളയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം അതൊക്കെ കേട്ടുകൊണ്ടിരുന്നു. അങ്ങനെ ആദ്യത്തെ പന്തി സദ്യ റെഡി ആയെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോയി സദ്യയൊക്കെ കഴിച്ചു. ഒരുപാട് കറികളുണ്ടായിരുന്നേ. മോളാണെങ്കിൽ കറികളൊന്നും തൊട്ടില്ല. അവളാണെങ്കിൽ പരിപ്പും പപ്പടവും കൂട്ടി മാത്രമേ ചോറ് കഴിച്ചുള്ളൂ. അങ്ങനെ ഞങ്ങൾ സദ്യയൊക്കെ കഴിച്ചിട്ട് വെളിയിൽ വന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഓഡിറ്റോറിയത്തിനകത്തേക്ക് പോവുകയാണ്. ഈ ഓഡിറ്റോറിയത്തിൽ മോൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം ഇതാണ്. എസ്കലേറ്ററിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ കുറേ മീനുകളൊക്കെ ഉള്ള ഒരു കുളമുണ്ട്. നല്ല ഭംഗിയുണ്ട്. അവിടെ നിന്ന് കുറേ നേരം ഇങ്ങനെ അതൊക്കെ കണ്ടു. പിന്നെ ഞങ്ങൾ നേരെ ഓഡിറ്റോറിയത്തിനകത്ത് പോയി. അവിടെ കുറച്ച് നേരം അവിടെ പോയി ഇരുന്ന് കഴിഞ്ഞ് കല്യാണമൊക്കെ തുടങ്ങി. അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങി. അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഗണപതിയുടെ വിഗ്രഹത്തിൻ്റെ സൈഡിൽ നിന്ന് മോക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് പൂവൊക്കെ പിച്ചി ഞങ്ങൾ പോവുകയാണ്, വീട്ടിലോട്ട് പോവുകയാണേ. അങ്ങനെ ഞങ്ങൾ നല്ലൊരു യാത്രയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. കല്യാണം നടക്കുന്നത് കരുനാഗപ്പള്ളിയിലായിരുന്നേ. അവിടെ ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു കല്യാണം നടന്നത്. അങ്ങനെ വീട്ടിൽ വന്ന് ഞങ്ങൾ കുറച്ച് നേരം കിടന്നൊന്ന് ഉറങ്ങി. പിന്നെ ഞങ്ങൾ വൈകുന്നേരം ആയപ്പോൾ ചായ ഇട്ടു. ചായയുടെ കൂടെ മോക്ക് കഴിക്കാനായിട്ട് ഇന്ന് ചിപ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ചീനിയുടെ ചിപ്സായിരുന്നു. അങ്ങനെ ഒരാൾ ചായ കുടിച്ചിട്ട് സൂപ്പറാണെന്നുള്ളത് കാണിക്കുവാണ്. പിന്നെ അങ്ങനെ ഞാനും മോളും ഒരു ചായയൊക്കെ കുടിച്ചു. അങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഡാൻസ് കളിക്കുന്നതും പാടുന്നതും വീഡിയോ ഒക്കെ എടുക്കണമെന്ന് പറഞ്ഞത്. അങ്ങനെ അതൊക്കെ എടുത്തു. ഇനി കണ്ണീരൊന്നും വേണ്ട, മകൾക്കൊള്ളും നാവും വേണ്ട,
അരികർത്തായെന്നും കാവൽ നിൽക്കാൻ ഞാനിൽ അച്ഛ വിങ്ങും നെഞ്ചുടുക്കിൽ തിരയായി താളമില്ല നിന്നെ ചായുറക്കാൻ വളരും പൊന്നുമുട്ട. അങ്ങനെ ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് വൈകുന്നേരം വരെയുള്ള കാര്യങ്ങൾ ഇത്രയേ ഉള്ളായിരുന്നു. അങ്ങനെ ഞങ്ങൾ രാത്രി കഴിക്കാൻ ഉണ്ടാക്കുന്നത് ചപ്പാത്തിയും കറിയുമാണേ. അങ്ങനെ കറിക്കുള്ളതെല്ലാം റെഡിയാക്കാൻ വെച്ചു. അങ്ങനെ കറിക്കുള്ളതെല്ലാം ഞാൻ റെഡിയാക്കി അരപ്പെല്ലാം ചേർത്ത് അടുപ്പിൽ വെച്ചു. എന്നിട്ട് ഞാൻ ചപ്പാത്തി പരത്താനായിട്ട് പോയി. അങ്ങനെ ചപ്പാത്തി പരത്തിക്കൊണ്ടിരുന്നപ്പോഴാണ് മോള് വന്ന് പറഞ്ഞത് അമ്മേ ഞാൻ സഹായിക്കാമെന്ന്. അങ്ങനെ കുറച്ച് നേരം മോള് ചപ്പാത്തി ഉണ്ടാക്കാനൊക്കെ സഹായിച്ചു. ആദ്യം ചപ്പാത്തി എല്ലാം പരത്തി സഹായിച്ചു. അത് മൊത്തം കുളമാക്കി, പരത്തിയത് തന്നെ കുളമാക്കിയിട്ട് പിന്നെ അതെടുത്ത് തിന്നു. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ബുക്കൊക്കെ ടൈം ടേബിൾ നോക്കി വെക്കാനായിട്ട് പോയി. അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്ന് പഠിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ഞങ്ങൾ ചപ്പാത്തിയൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെയും കുറച്ച് നേരം കൂടി പഠിക്കാനിരുന്നേ. അങ്ങനെ പഠിച്ചെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഉറങ്ങാനായിട്ട് പോയി. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.